കർത്താവേ, ഈ പ്രഭാതത്തിൽ വീണ്ടും തിരുവൻപാകെ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. ഈ കൂടിവരവ് അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. പലപ്പോഴും എൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിന്ന് ഒറ്റയ്ക്കും കൂട്ടമായും ഏകാന്തതയിൽ പിതാവുമായി സംസർഗം നടത്തി കൃപയിൽ ബലപ്പെട്ടവനായ ദൈവമേ, അവിടുത്തെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന നിന്റെ ദാസരുടെ ജീവിത പങ്കാളികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തരണമേ. എല്ലാ വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ആരോഗ്യപരമായ പ്രയാസങ്ങളിലിരിക്കുന്ന വൈദികരെയും വൈദിക സഹധർമ്മിണികളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നിവിടെ ആരംഭിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ കൊണ്ട് അവസാനിക്കുന്ന ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ ഏകജാതിനെയും പരിശുദ്ധാത്മാവിനെയും അടക്കം കൂടാതെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. അഭിവന്യ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠര്, ഇവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാനരായ കൊച്ചമ്മമാരെ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ വന്നത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 34ാമത് സമ്മേളനമാണ് ഇപ്പോഴും പരിമലയിൽ കൂടുന്നത്. കൊച്ചമ്മമാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എബ്രായ ലേഖനം ആണ് ഈ പ്രാവശ്യത്തെ ചിന്താവിഷയ ധ്യാനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്നും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നുള്ളതായ വാക്യം അധികരിച്ചായിരിക്കും ഈ വർഷത്തെ നമ്മുടെ 2 ദിവസമാണ് നടക്കുന്ന കോൺഫറൻസിലെ പഠന വിഷയങ്ങൾ എന്നുള്ളതും ഞാൻ മുന്നമേ ഓർപ്പിക്കട്ടെ. പ്രധാനമായിട്ടും അഭിമന്യ പിതാക്കന്മാരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനോന്മാർ ക്രിസ്തോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുവനന്തപുരമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒസ്താത്യോസ് തിരുമേനി ഏത് തരത്തിൽ ഒരു മിഷണറി ബിഷപ്പായിട്ട് നമ്മുടെ സഭയിൽ സേവനം ചെയ്തുവോ അതേ എരിവോടുകൂടി അതേ ആത്മാവോടുകൂടി ശക്തമായി സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, അതുപോലെ നിരണം ഭദ്രാസനത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം അഭിമന്യ ക്രിസ്തോസ്റ്റമോസ് തിരുമേനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയുവാൻ തക്കവണ്ണം സാധിക്കും. പരിമലയിൽ വെച്ച് പ്രത്യേകിച്ചും ഈ സമ്മേളനം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ വർഷവും ക്രിസ്തോസ്റ്റമോസ് തിരുമേനിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ട്. ഈ വർഷവും ആദ്യ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം അഭിമന്യ ക്രിസ്തോസ്റ്റമോസ് തിരുമേനിയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും കൊച്ചമ്മമാരുടെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ അഭിമന്യ യൂഹാനോന്മാർ ക്രിസ്തോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ വളരെ ഭക്തിപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രണ്ടാമതായിട്ട് ഇന്നത്തെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതായ അഭിമന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, അദ്ദേഹം ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിട്ട് സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ സ്കൂളുകളുടെ പ്രത്യേകമായിരിക്കുന്ന ചുമതല അദ്ദേഹത്തിനുണ്ട്. സഭയിൽ ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ വളരെ ശ്രേഷ്ഠമായ നിലയിൽ അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തെ അധ്യക്ഷനായിട്ട് ലഭിച്ചു എന്നുള്ളതും വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി അഭിമന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൊച്ചമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ബേബിക്കുട്ടി തരയൻ കൊച്ചമ്മയെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ജെസി വർഗീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ചുമതലക്കാർ എല്ലാവരെയും സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഇത്രയും വൈദികർ വളരെ സന്തോഷത്തോടുകൂടി ഹൃദയംഗവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും പ്രസ്ഥാനത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഇത്രയും കൊച്ചമ്മമാർ രാവിലെ വന്നു. മറ്റു കൊച്ചമ്മമാരൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ കൊച്ചമ്മമാരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
കോട്ടയം വൈദിക സെമിനാരിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദര പിതാവ് അഭിവന്ദ്യനായ ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനി, പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ, വന്യരായ വൈദിക സഹോദരങ്ങളെ, നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട തരകനച്ചൻ്റെ കൊച്ചമ്മ, ഇതിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായ ബേബി തരകൻ കൊച്ചമ്മ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, കൂട്ടത്തിൽ ഞാൻ അമ്മായിമാരെയും കൂടി വിളിക്കും. വടക്കുന്ന് വന്നിട്ടുള്ള കൊച്ചമ്മ, അല്ലാണ്ട് പൗലോസച്ചൻ പറയുന്നുണ്ട് എൻ്റെ അമ്മായി വന്നിട്ടുണ്ട്. അമ്മായി വടക്ക് അമ്മായി എന്നാണ് ഉപയോഗിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരുമേ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ ആ കബറിടത്തിൻ്റെ ചുവട്ടിൽ പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ ഇവിടെ അനുസ്മരിച്ചതുപോലെ കഴിഞ്ഞ 34 വർഷമായി ബസ്ക്യൂമോ അസോസിയേഷൻ കൂട്ടായ്മ പരിമലയിൽ തന്നെ നടത്തണം എന്നുള്ളത് തീർത്തും ദൈവ നിയോഗവും അനുഗ്രഹവുമാണ്. ഡൽഹിയിൽ എനിക്ക് 2 വാക്ക് അധ്യക്ഷ പ്രസംഗം ഞാൻ എളുപ്പം നിർത്തിക്കൊള്ളാം. കാരണം എൻ്റെ ഒരു ക്ലാസ് തുടർന്നുള്ളത് കൊണ്ടാണ്. വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നല്ലൊരു ദൂത് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമുക്ക് ലഭിക്കും. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്ന് ഇംഗ്ലീഷിലെ വളരെ മനോഹരമായൊരു സേയിങ് ഉണ്ട്. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് സഹവസിക്കുന്നു എന്നാണ് വാക്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട വൈദിക പിതാക്കന്മാരെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, ഈ കൊച്ചമ്മമാരുടെ സ്നേഹം എത്ര വലുതാണ്. അപ്പം നമ്മുടെ അലക്സ് അച്ഛൻ നമ്മുടെ കൂട്ടായ്മയാണ്, കുടുംബമാണല്ലോ, നമുക്ക് പേരെടുത്ത് പറയുന്നതിന് പ്രയാസമില്ല. അച്ഛൻ പറയുക, തിരുമേനി പറഞ്ഞത് ശരിയാണ്, അച്ഛന്മാരുടെ കൂട്ടായ്മ സ്നേഹത്തെക്കാൾ വലുതാണ് കൊച്ചമ്മമാരുടെ കൂട്ടായ്മ സ്നേഹം. മോബ എന്നാണല്ലോ, മലങ്കര ഓർത്തഡോക്സ് ബസ്ക്യൂമോ അസോസിയേഷൻ. മോബ പ്രാർത്ഥനയുടെ വലിയ ശക്തി കേന്ദ്രമാവണം. എനിക്ക് ഒറ്റ വാക്യം പറയാനുള്ളൂ. ഞാൻ ഉദ്ബോധിപ്പിച്ച ആ വാക്യം, ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വൈദിക, നമുക്ക് ചുറ്റുമുള്ളവർ മോഡലാക്കുന്നത്, മാതൃകയാക്കുന്നത് ആരെയാണ്? അച്ഛന്മാർക്കെല്ലാം അറിയാം, നമ്മൾ പ്രസംഗിക്കുന്നതുമാണ്. ഒരു വൈദികൻ്റെ കുടുംബം, ദറ്റ് ഈസ് എ മോഡൽ ഫാമിലി. തീർച്ചയായിട്ടും എന്താ അതിന് അർത്ഥം നൽകുന്നത്? അത് പ്രാർത്ഥിക്കുന്ന കുടുംബമാണെന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടും വൈദിക ശ്രേഷ്ഠർ കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തുന്നു. വൈദികരായ ഞങ്ങൾ കാനോന നമസ്കാരം നടത്താൻ നിർബന്ധിതരാണ്. ഞങ്ങൾക്കറിയാം, നിർബന്ധ പ്രാർത്ഥനയ്ക്കാണ് കാനോന എന്ന് പറയുന്നത്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെ 7 നേരത്തെ കാനോന നമസ്കാരം നടത്താൻ ബാധ്യസ്ഥനാണ് വൈദികൻ. നിങ്ങൾ നടത്തരുതെന്നല്ല അതിൻ്റെ അർത്ഥം, നടത്തണം. വൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് നിങ്ങൾ നടത്തണം. അപ്പോൾ നമ്മുടെ ഈ ബസ്ക്യൂമോ അസോസിയേഷൻ്റെ ശക്തി നമുക്കിവിടെ തുടങ്ങാം. പ്രാർത്ഥനയിൽ അതിൻ്റെ ഉദാഹരണമാണ് പരിശുദ്ധ പരിമല തിരുമേനി. ആ കബറിടത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ. ഇതിനേക്കാൾ മഹത്തായ ശ്രേഷ്ഠമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കാനില്ല. കൊച്ചന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടട്ടെ, അമ്മായിമാരും വരട്ടെ, കൊച്ചമ്മമാരും വരട്ടെ. നമുക്ക് ഇത്രയും അംഗസംഖ്യ കണ്ടാൽ പോരാ. അഖില മലങ്കരയാണല്ലേ, അഖില മലങ്കര. എത്ര അച്ഛന്മാർ നമുക്കുണ്ട്? 1500ഓളം, ഞാനങ്ങ് പറയുകയാണ്, ഏകദേശം 1500ഓളം അച്ഛന്മാർ. അപ്പോൾ കൊച്ചന്മാരെത്ര വരണം? നമുക്കറിയാം, ഒത്തിരി പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ബത്തേരിയിൽ നിന്നും, കോഴിക്കോട് സൈഡിൽ നിന്നും, ഈവൻ തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ വന്നെത്തിച്ചേരാനും 2 ദിവസം മാറ്റിവെക്കാനൊക്കെ അസൗകര്യമുണ്ട്. പക്ഷെങ്കിൽ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അങ്ങനെ ഒരു സേ
മനസ്സുണ്ടോ വഴി തീർച്ചയായിട്ടും ഉണ്ട്. ഇഫ് ദർ ഈസ് എ വിൽ, ഈ ദൈവത്തിലുള്ള നമ്മുടെ നിശ്ചയമാണ് നമ്മളെ കൂട്ടിച്ചേർക്കുന്നത്. ഞാൻ ആശംസിക്കുന്നു, നിർത്തട്ടെ. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. നമ്മുടെ കുഞ്ഞുങ്ങളാണ് ദൈവം നമുക്ക് തന്ന കിരീടം. കൊച്ചുമാർ, അമ്മായിമാർ ഓർത്തുകൊള്ളുക. പ്രിയ അച്ഛന്മാർ, നിങ്ങൾ ഒരുമിച്ചുള്ള കുടുംബജീവിതത്തിൻ്റെ കിരീടം എന്ന് പറയുന്നത് ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളാണ്. ഈ സഭയുടെ നാളെയുടെ പ്രതീക്ഷകൾ വൈദിക ശ്രേഷ്ഠരുടെ കുഞ്ഞുങ്ങളാണ്. ഞാനതൊന്ന് പറയുകയാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അൽമായരുടെ കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠരായ എത്രയോ പേരുണ്ട്. അഭിവന്യ തിരുമേനിയും ബലഹീന ഞാനും ഒക്കെ ആ ഒരു നിലയിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ ശ്രേഷ്ഠരാണെന്ന് പറയുകയല്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, വൈദികൻ്റെ കുടുംബത്തിൽ നിന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി ഒത്തിരി അച്ഛന്മാരുടെ മക്കൾ, ഒരു കുടുംബത്തിൽ ഒരച്ഛന് 2 മക്കളും പട്ടക്കാരാകുന്നവരുണ്ട്. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് ഞാൻ വായിക്കട്ടെ. നമ്മുടെ കൊച്ചമ്മമാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വൈദികൻ്റെ കൊച്ചമ്മയുടെ കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയുടെ ഉദാത്തമായ ശക്തി കേന്ദ്രമായി നമ്മുടെ കുഞ്ഞുങ്ങൾ തീരുമ്പോൾ ഈ സഭയ്ക്ക് എന്നും നല്ലൊരു പ്രതീക്ഷയും വളർച്ചയും ഉയർച്ചയുമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനം വൈദികൻ്റെ കുടുംബമാണ്. കൊച്ചമ്മമാരെ, നിങ്ങളാണ്. എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടന പ്രസംഗമാണ് അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർക്കോസ് ഓസ്തമോസ് മെത്രാപ്പൊലീത്ത. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ വർഷവും തുടക്കത്തിനും സമാപനത്തിനും ഞാനും കൊച്ചമ്മമാരുടെ കൂടെ കാണുന്ന ഒരു പതിവുണ്ട്. അഭിനന്ദനായ ഈവാന്യോസ് തിരുമേനി തൻ്റെ ആരോഗ്യപരമായ പ്രയാസം കൊണ്ട് പലപ്പോഴും ഈ 2 സമയത്തും കാണുകയില്ല. തിരുമേനിയും പറയും, ചുമതലക്കാരും പറയും, ഞാൻ ഇവിടെ അടുത്തുള്ളത് കൊണ്ട് എന്നെ വിളിക്കും, സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ഞാനതൊരു സന്തോഷമായിട്ടും അഭിമാനമായിട്ടും ഞാൻ കാണുന്നു. പക്ഷേ ഈ പ്രാവശ്യം നാളെ സമാപനത്തിന് വരാൻ പ്രയാസമുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഞങ്ങളുടെ കടമാങ്കുളം പള്ളിയുടെ കൂദാശയാണ് ഇന്നും നാളെയും. അതുകൊണ്ട് അത് തീർന്നു വരുമ്പോഴത്തേക്ക് പിന്നെ തിരിച്ചെത്താനായിട്ട് പ്രയാസമായിരിക്കും. ഞാനൊരു വാക്യം ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പരിശുദ്ധനായ പത്രോസ് അപ്പസ്തോലൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. 2 Peter chapter 1 verse 10. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം അതുപോലെ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ, 11 കൂടെ വായിക്കുക, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ഓശാന മലയാള പരിഭാഷയിൽ ഈ വാക്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ചില പരിഭാഷയിൽ ഇപ്പോൾ ഇറങ്ങുന്നത് സഹോദരങ്ങളെ എന്ന് പുരുഷനെയും സ്ത്രീയെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ കൂടുതൽ ഉത്സാഹിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും വീണുപോകുകയില്ല എന്ന്. ഓശാന പരിഭാഷ ഞാൻ പലപ്പോഴും ഒരു റെഫറൽ ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേദപുസ്തകമാണ്. പലപ്പോഴും പല വാക്യങ്ങൾ ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, പലപ്പോഴും കുറെ കൂടി കൂടുതൽ കൃത്യമായിട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് ബൈബിൾ സൊസൈറ്റി. അത് ഉറപ്പാക്കുവാൻ നിങ്ങൾ കൂടുതൽ ഉത്സാഹം ഉള്ളവരായിരിപ്പീൻ എന്ന്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും വീണുപോകുകയില്ല എന്ന് ഓശാന പരിഭാഷയിൽ എടുത്തു പറയുന്നുണ്ട്. നാം ആയിരിക്കുന്നത് ഒരു വിളിയുടെ, ഒരു നിയോഗത്തിൻ്റെ ഭാഗമാണ്. വൈദിക വൃത്തി, അതിലെ തന്നെ വിവിധ സ്ഥാനങ്ങൾ, അങ്ങനെയുള്ളവരുടെ ജീവിത പങ്കാളി ആയിരിക്കുക, ഇതെല്ലാം ഒരു ദൈവികമായ വിളിയും തെരഞ്ഞെടുപ്പുമാണ്.
ഈ രംഗത്ത് കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കാനാണ് അപ്പസ്തോലനായ പത്രോസ് ഉദ്ബോധിപ്പിക്കുന്നത്. പത്രോസ് അപ്പസ്തോലൻ ഈ ലേഖനം എഴുതുന്നത് AD 63-നും 67-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ആണ് എന്നും റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. രണ്ട് പ്രധാന പ്രതിസന്ധിയായിരുന്നു അന്നത്തെ ചെറുതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിന് നേരിടേണ്ടി വന്നത്. ഒന്ന്, ഒരു വശത്ത് വ്യാജ അബദ്ധ ഉപദേശങ്ങളുടെ അതിപ്രസരം, മറുവശത്ത് ആശാസ്യമല്ലാത്ത അധാർമികമായ പ്രവണതകളുടെ അമിതമായ വേലിയേറ്റം. ഏത് കാലഘട്ടത്തിലെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം നിഷ്പക്ഷമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായി നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് വ്യാജ അബദ്ധ ഉപദേശങ്ങളുടെ അതിപ്രസരവും ആശാസ്യമല്ലാത്ത പ്രവണതകളുടെ വേലിയേറ്റവും. ഈ അടുത്തിടെ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലേഖനം വായിച്ചത് ഒരു IPS റാങ്കിലുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന കണ്ണൂർ മേഖലയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്. നിങ്ങൾ വായിച്ചിട്ടുള്ളവർ കാണും എന്ന് ഞാൻ കരുതിയ. കേരളത്തിലെ മലയാളക്കരയിലെ കുടുംബങ്ങളിൽ പെരുകിയിരിക്കുന്ന അപകടകരമായ അവസ്ഥ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശാസ്യമല്ലാത്ത, എനിക്കതിൽ കൂടുതലൊരു വാക്ക് ഉപയോഗിക്കാൻ അറിയില്ല, പ്രവണതകൾ ഇന്ന് ഏറ്റവും അധികം വ്യാപകമായി ഇരിക്കുന്നത് കേരളത്തിലാണ് എന്ന്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ ഞാൻ കണ്ടു, 2005-2006 വർഷം മുതൽ 2009-2011 വർഷം വരെയുള്ള കേരളത്തിൽ പെരുകി വരുന്ന വിവാഹ വിമോചനത്തിൻ്റെ സ്റ്റേറ്റ് വൈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, സംസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവാഹ വിമോചനം. വൈദികരുടെയും കുടുംബങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ അവസ്ഥയിലേക്കൊക്കെ വഴുതി മാറിപ്പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളും അറിയുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ആ വിളിയും തെരഞ്ഞെടുപ്പും കൂടുതൽ ഉറപ്പാക്കുന്നതിൽ, ടു മേക്ക് ഇറ്റ് ഷുവർ, അത് വളരെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവാനായിട്ട് അപ്പസ്തോലൻ ആഹ്വാനം ചെയ്യുന്നു. വാട്ട് മേക്ക് ലൈഫ് ഗ്രേറ്റ്? എന്താ ജീവിതത്തെ മഹത്വപൂർണമാക്കി തീർക്കുന്നത്? നമ്മൾ പറയുമായിരിക്കും വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ജീവിതം മഹത്വപൂർണമായി തീരും എന്ന്. ഭാരതത്തിൽ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. ഇവിടെ വ്യക്തി, കുടുംബ, സമൂഹ ജീവിതത്തിലെ മഹത്വം അല്ലാത്ത പ്രവണതകൾ ഇന്ന് വ്യാപകമാകുന്നത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതട്ടെ. വിദ്യാഭ്യാസം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് ജീവിതം മഹത്വപൂർണമായി തീരുന്നു. 2, സാമ്പത്തിക ഭദ്രത, സുരക്ഷിതയുണ്ടെങ്കിൽ ജീവിതം മഹത്വപൂർണമായി തീരുമോ? എന്താണ് ജീവിതത്തെ മഹത്വപൂർണമാക്കി തീർക്കുന്നത്? AD 3-നും 11-നും ഇടയ്ക്കുള്ള നൂറ്റാണ്ടിൽ പൗരസ്ത്യ സഭയിൽ ജീവിച്ച പരിശുദ്ധ പിതാക്കന്മാരുടെ എഴുത്തുകൾ ഇന്ന് മലയാളത്തിൽ അച്ചടിച്ച് ഗ്രന്ഥരൂപത്തിൽ ലഭ്യമാണ്. 150 രൂപ മുടക്കിയാൽ 10 പുസ്തകങ്ങൾ ഞങ്ങൾ എല്ലാ വൈദികർക്കും ഓരോ കോപ്പി കൊടുക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. മിക്ക വൈദികർക്കും കിട്ടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 10 പുസ്തകങ്ങൾ കിട്ടും, ഫിലോകാലിയ എന്നുള്ള പേരിൽ. അത് വൈദികർ മാത്രമല്ല, എല്ലാവരും അത് വായിക്കണം. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി SB കോളേജിൽ BA-ക്ക് പഠിക്കുന്ന 2ാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, തിരുമേനി എനിക്കൊരു സെറ്റ് ഫിലോകാലിയ തരാമോ എന്ന്.
ഞാൻ വേറെ ആൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്നത്. ഈ കൊച്ചിൻ്റെ ആവേശവും ആഗ്രഹവും കണ്ടിട്ട് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി പൊടി പിടിപ്പിക്കാതെ നീ ഇത് വായിച്ചു കഴിയുമ്പം എന്നെ ഒന്ന് വിളിക്കണം, വേറെ എന്നോട് പറയണം എന്ന് പറയുകയുണ്ടായി. AD 3-നും 11-നും ഇടയ്ക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ച പരിശുദ്ധ പിതാക്കന്മാർ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് ഉപോത്ബലകമായിട്ടുള്ള പാഠങ്ങൾ പകരുന്നുണ്ട്. വിശുദ്ധരായ ഈ പിതാക്കന്മാര് ജീവിതത്തെ മഹത്വപൂർണ്ണമാക്കി തീർക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയുന്ന 2 വാക്കുകളാണ്. 1 അവയർനെസ്, 2 പെർസിവറൻസ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ അവബോധം, അവനവനെ കുറിച്ചുള്ള ഒരവബോധം. ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. 2 പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം. ഈ തിരിച്ചറിവിന് അനുയോജ്യമായി ജീവിക്കുവാനുള്ള ഒരു പരിശ്രമവും ഉത്സാഹവും കഠിനമായ അധ്വാനവും. ഈ 2 വാക്കുകൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്? അവയർനെസ് ആൻഡ് പെർസിവറൻസ്. നാം ആരാണ്, നാം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു 100 കൂട്ടം കാര്യങ്ങൾ പറയാനായിട്ട് കാണും. ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വീം പഠിക്കാറുമുണ്ട്. പക്ഷെ ഇത് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ സാധാരണ ഒരു കഥ പറയാറുണ്ടായിരുന്നു, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു വല്യമ്മ ഒരു കുഞ്ഞിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കുഞ്ഞെ നീ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ ആ ചോദ്യം കടമെടുത്ത് പല വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഡു യു നോ ഹു യു ആർ? ആൽബർട്ട് ക്യാമു എന്ന് പറയുന്ന ഒരു ചിന്തകൻ ജീവിതത്തെ കുറിച്ച് പറയുന്നത്, ലൈഫ് ഈസ് നത്തിങ് അൺടിൽ യു ഗിവ് ഇറ്റ് മീനിങ്. നാം ജീവിതത്തിന് അർത്ഥം കൊടുക്കാത്തിടത്തോളം കാലം ജീവിതം ഒന്നുമില്ല. ലൈഫ് ഈസ് നത്തിങ് അൺടിൽ യു ഗിവ് ഇറ്റ് മീനിങ്. ഞാനും നിങ്ങളും ജീവിതത്തിന് എന്ത് അർത്ഥമാണ് കൊടുക്കുന്നത്? ജീവിതത്തിന് എന്ത് കാഴ്ചപ്പാടാണ് നൽകുന്നത്? വേറൊരു ചിന്തകൻ, പേര് മറന്നുപോയി, ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ലൈഫ് ഈസ് all about choices. It is a choice that determines the destiny. Life is all about choices. ജീവിതം മുഴുവൻ തെരഞ്ഞെടുപ്പുകളാണ്. രാഷ്ട്രീയ സാമൂഹ്യ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓരോ നിമിഷവും ഞാനും നിങ്ങളും പക്ഷം പിടിക്കുന്ന, പക്ഷം ചേരുന്ന, സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതം മുഴുവൻ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ്. ഇറ്റ് ഈസ് എ ചോയ്സ് ദാറ്റ് ഡിറ്റർമിൻസ് ദ ഡെസ്റ്റിനി. നാം നടത്തുന്ന തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, അന്ത്യം തീരുമാനിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിൽ ഉറപ്പായിട്ടിരിക്കുക. കൂടുതൽ ഓശാന പരിഭാഷ, കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും വീണു പോകുകയില്ല. അവയർനെസ് ആൻഡ് പെർസിവറൻസ്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിമന്യ തിരുമേനിമാരെ, ബഹുമാനായ വൈദ്യ ശ്രേഷ്ഠരെ, ബസ്ക്യാമ അസോസിയേഷൻ്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ആ കുടുംബത്തിലെ അംഗങ്ങളെ ഒരുവൻ, ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരുമല സെമിനാരിയുടെ മാനേജരായതിനു ശേഷമുള്ള ആദ്യ ആശംസയും ആദ്യ ദീപം കൊടുത്തലും ആദ്യമായ
പരമതയിൽ വെച്ചുള്ള ഒരു ചടങ്ങുമാണെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവകൃപയാൽ വൈദിക ഭാര്യമാരുടെ ശുശ്രൂഷയ്ക്ക് തന്നെ ആശംസ അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്. വൈദിക വൃത്തിയിൽ സഹോദരങ്ങളായി പ്രവർത്തിക്കുന്ന അവരുടെ ഭാര്യമാരുടെ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീണ്ട ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. അഭിമന്യ തെവോദോസ് സിനിമയുടെ ക്ലാസ് ശ്രേഷ്ഠമായ രീതിയിൽ ബൈബിൾ ക്ലാസ് നിങ്ങൾ കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും ഒരു വാക്ക് മാത്രം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ആധുനികമായ ഒരു യുഗത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃകവും പാരമ്പര്യവും നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോഴത്തെ നാടൻ ഭാഷയെ പറഞ്ഞ കൊച്ചമ്മമാരാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ആധുനിക യുഗത്തിന് ചേർന്ന ഒഴുക്കിനനുസരിച്ച് ഒഴുകാതെ സഭയുടെ വിശ്വാസങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വൈദികർക്ക് ഒരു താങ്ങായിട്ട്, തണലായിട്ട്, സഭയെ വേണ്ട രീതിയിൽ ശ്രേഷ്ഠമായി അവർക്ക് നയിക്കുവാനുള്ള ഒരു വലംകരമായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ വൈദികരുടെയും അല്ലെങ്കിൽ ശുശ്രൂഷകരുടെയും എൻ്റെയൊക്കെ ചിന്ത കൂടുതലായിട്ട് ഏത് രീതിയിൽ ഭൗതികമായിട്ട് വളരാം എന്നാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായിട്ട് വളർച്ചയോ നേട്ടങ്ങളോ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, അത് വേണം, ആവശ്യമാണ്. അതുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്ത് നിൽക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ അത് സഭയുടെ ഏത് കാര്യങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് നമ്മൾ ആകരുത് എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്. വൈദികരുടെ ഭാര്യമാർ ദേവാലയത്തിലായാലും സമൂഹത്തിലായാലും ഏത് വേദിയിലായാലും ഒരു മാതൃകയായിട്ട് പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതുമായ രീതിയിലേക്ക് ആയിത്തീരണമേ എന്നുള്ളതാണ് എനിക്ക് കമ്പി വാക്കിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ വാക്കിൽ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. സഭയ്ക്കും സഭയുടെ പാരമ്പര്യത്തിനും കോട്ടം തട്ടാത്ത രീതിയിൽ പ്രവർത്തിക്കുവാനും നിങ്ങളോട് കൂടെ ദൈവം തന്നിട്ടുള്ളവരായ കൂട്ടുകാരനെ ആ രീതിയിൽ നയിക്കുവാനും അല്ലെങ്കിൽ അതിനുള്ള ഗൈഡ് ചെയ്യുവാനും ഉള്ള ഒരു മനസ്സും ഒരുക്കവും നിങ്ങൾക്കുണ്ടാകണമേ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമേ എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ വാക്കുകളിൽ നിന്ന് പിന്തുണ. മിസ്സസ് ബേബിക്കുട്ടി നിറയും. അഭിവന്ധ്യ തിരുമേനി, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജോർജ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട സൈമൺ അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹവന്ദനം. ആശംസാ പ്രസംഗം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തലത്തൊട്ടപ്പനായും കണമൂട്ടിൽ അന്നമയ്യപ്പൻ കൊച്ചമ്മ വളർത്തമ്മയായിട്ടും 34 വർഷം മുമ്പേ പഴയ സെമിനാരി സോഫിയ സെൻ്ററിൽ വെച്ച് കേവലം 25 കൊച്ചമ്മമാരുൾപ്പെടെ മൊബൈയുടെ ഈ സംഘടന നമ്മൾ ആരംഭിച്ചു. പ്രസ്ഥാനത്തിൻ്റെ അന്ന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പഴയ സെമിനാരിൽ നമുക്ക് തരികയും വളരെ അനുഗ്രഹപ്രദമായി ആ മീറ്റിംഗ് നടത്തുകയും ചെയ്യുവാൻ സാധിച്ചു. പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അന്ന് പരിശുദ്ധ സുന്നതദോസ് അംഗീകരിക്കുകയും സഭയുടേതായിട്ടത് കണക്കാക്കപ്പെടുകയും ചെയ്തു. അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പണസംബന്ധമായ എല്ലാ കാര്യങ്ങളും അന്നത്തെ ബഡ്ജറ്റിൽ പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാബ പ്രസ്ഥാനത്തെ അന്ന് അരക്കിട്ട് ഉറപ്പിച്ചു, നമ്മളെ ഇത്രയും ആക്കി തീർന്നു. വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് ഈ പ്രസ്ഥാനം വളരെ അഭിവൃദ്ധിയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. സഭയിൽ ഇന്ന് തിരുമേനി പറയുന്ന പ്രകാരം 1500 പരം വൈദികർ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് അവിവാഹിതരെ കഴിച്ചാൽ 1000 കൊച്ചമ്മമാരെങ്കിലും സംഘടിക്കാവുന്ന ഒരു സംഘടനയാണ് നമ്മുടെ മൊബൈയുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ
നമുക്ക് വലിയ നല്ലതായിട്ട് ഈ ഫോൺ നിറച്ച് കൊടുത്തൊക്കെ കൊച്ചുമാരെ നമുക്ക് ഇവിടെ സംബന്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതിനുവേണ്ടി ഓരോ ഭദ്രാസനത്തിലെ മെത്രാപ്പോലീത്തമാരും ബഹുമാനപ്പെട്ട വൈദികരും ആത്മാർത്ഥമായി നമ്മളോട് പരിശ്രമിക്കുകയും ഈ വന്നുകൊണ്ടിരിക്കുന്ന കൊച്ചന്മാരെ 2-3 പേരെ കൂടി കൂട്ടി ഓരോ വർഷവും കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്താൽ നമുക്കിത് അങ്ങേയറ്റം അഭിവൃദ്ധിപ്പെടുത്തുവാൻ സാധിക്കും. മലങ്കര സഭയുടെ മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് ഞാൻ പലപ്പോഴും വിചാരിക്കും പരുമലയെ വെച്ച് മാത്രം നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഇപ്പം ഭാഗ്യകേരളത്തിലൊക്കെ വെച്ച് നടത്തിയാൽ അവിടെ കുറേ കൊച്ചന്മാർ കൂടുതൽ സംബന്ധിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. നമുക്ക് പോകാനുള്ള പ്രയാസവും ബുദ്ധിമുട്ട് കൊണ്ട് അത് തൽക്കാലം പരുമലയെ വെച്ച് തന്നെ നമ്മൾ കൂടാനായിട്ട് നമ്മളെ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ഒരു സന്തോഷം നമുക്ക് ഈ ഇപ്പോൾ അറിയിക്കാനുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിലും മസ്കാന്മാർക്കുള്ള കോംപ്ലിമെൻ്റ് നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം നമ്മുടെ ട്രസ്റ്റി മിസ്റ്റർ ജോർജ് ജയിക്കുമ്പം അതിന് മുന്നേ റോയി മുത്തൂറ്റുമായിരുന്നു നമുക്ക് കോംപ്ലിമെൻ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് വിപുലീകരിച്ചിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ത്യയും കഴിഞ്ഞ് അമേരിക്കയിലെ ജാക്സനേറ്റ് പള്ളി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ വകയായിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം കോംപ്ലിമെൻ്റ് തരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ജാക്സനേറ്റ് പള്ളിയിലെ വികാരിയെ ഞാൻ ഫോണിൽ സംസാരിച്ച് നമ്മുടെ ഈ അഭിപ്രായം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛനത് സമ്മതിക്കുകയും കൊച്ചമ്മ ട്രസ്റ്റ് ചെയ്യുന്ന അറിയിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ ട്രസ്റ്റിയെ വിളിച്ചു. ട്രസ്റ്റിക്ക് വളരെ നമ്മുടെ തിരുവല്ലയിൽ തന്നെ ഉള്ളതാണ് ട്രസ്റ്റിക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ പിറ്റേ ആഴ്ച തന്നെയാണ് ഒരു 41,000 രൂപയുടെ ഡോളർ നമുക്ക് അയച്ചു തന്നു, ഫെബ്രുവരി മാസത്തിൽ തന്നെ. അപ്പം ഇതിനെ സന്തോഷമായിട്ട് സ്വീകരിക്കാൻ പുറത്തും ആളുകളുണ്ട്. എന്നാൽ നമ്മളത് കേരളത്തിലുള്ളവരൊന്ന് പരിശ്രമിച്ചാൽ ഒരു 1000 അല്ലെങ്കിൽ 500 കൊച്ചുമാരെങ്കിലും വന്ന് സംബന്ധിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം, കൊച്ചന്മാർ പരിശ്രമിക്കണം. എന്തോ വേണേലും നമുക്ക് ചെയ്തു തരാൻ കേന്ദ്രത്തിൽ നിന്ന് സഹായമുണ്ട്, ഭദ്രാസനത്തിൽ നിന്ന് ചെയ്ത് നമ്മൾ വരാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊക്കെ പ്രായമായി, എനിക്കിപ്പം 70 വയസ്സൊക്കെ ആയി, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞാലും നിങ്ങളെ ഞാൻ 34 വർഷമായിട്ട് 1 വർഷം പോലും മുടക്കാൻ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോട് പറയുകയാണ്, ആത്മാർത്ഥത്തോടും പറയുകയാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഈ കൊച്ചമ്മമാരെ ഇതിനെ അങ്ങേയറ്റം ഉയർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിൻ്റെ എല്ലാ സഹകരണവും നമ്മൾ തിരുമേനിമാർ ചെയ്യും. അവർക്കത് മനസ്സുള്ളവരാണ്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തിരുമേനി, മോബയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, കുഞ്ഞുങ്ങളെ, ഈ ഉദ്ഘാടന മീറ്റിങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഞാൻ ക്ഷമാപണത്തോട് പറയുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ്. ഇനി വരുന്നു പറ്റാമെന്ന് വിചാരിച്ചില്ല, വന്നതേ ഉള്ളൂ. എങ്കിലും ഈ ആദ്യമായിട്ട് നമ്മുടെ 34ാമത്തെ ഈ വാർഷിക മീറ്റിങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഇടുക്കി ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ തേവോദോസിയസ് മെത്രാപ്പൊലീത്തയോട് തുടർന്ന് തിരുമേനിയുടെ ക്ലാസ്സുണ്ട്. എങ്കിലും ഈ യോഗത്തിൻ്റെ സമാപനം എന്ന നിലയിൽ തിരുമേനിക്ക് നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ബഹുമാനപ്പെട്ട തിരുമേനിക്ക് ഈ മോബയുടെ പേരിലും അതുപോലെ നമ്മുടെ കൊച്ചമ്മമാരുടെ ഓരോ പേരിലും ഉള്ള നന്ദിയും സ്നേഹവും ബഹുമാനപൂർവ്വം തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഉദ്ഘാടന മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനം അഭിവന്യനായ ഡോക്ടർ യൂഹാനോർ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത നിരണം ഭദ്രാസനാധിപനായിരിക്കുന്നു. നാളെ നമ്മുടെ സമാപന മീറ്റിങ്ങിലും തിരുമേനി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുമേനിക്കും നന്ദിയും ഭക്ത്യാദരപൂർവ്വം തിരുമേനിക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ മോബയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി നമ്മുടെ ഉദ്ഘാടന മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എങ്കിലും ഇന്ന് അത്യാവശ്യമായിട്ട് തിരുമേനിക്ക് ഒരു വിദേശ യാത്ര ഉള്ളതുകൊണ്ടാണ് തിരുമേനി നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നത്. തിരുമേനിക്കും
നന്ദിയും ആദരവുകളും തിരുമേനിയുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ മോംബെയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛനുണ്ട്. അച്ഛൻ വളരെ നാളുകൾക്ക് മുമ്പിട്ട് തന്നെ ഇതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളിലും കമ്മിറ്റി മീറ്റിങ്ങിലും ഒക്കെ പങ്കെടുത്തു. വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ തരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സൈമൺസ് കറിയ അച്ഛനാണ് പരുമല സെമിനാരിയുടെ മാനേജറാണ്. നമുക്ക് വേണ്ടുന്ന ഭക്ഷണ കാര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം ചെയ്തു തരുന്ന, ഇനിയും തുടർന്നും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരേണ്ട ബഹുമാനപ്പെട്ട സൈമൺസ് കറിയ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസാ പ്രസംഗത്തിലൂടെ നമ്മളോട് സംസാരിച്ച വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീമതി ബേബിക്കുട്ടി തരകൻ കൊച്ചമ്മയോട് നന്ദി പറയേണ്ട കാര്യമില്ല. കൊച്ചമ്മയാണ് ഈ കാര്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ, നമ്മുടെ ജെസി കൊച്ചമ്മയുടെ അച്ഛൻ വളരെ രാവിലെ തന്നെ ഇവിടെ വന്നു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏലിയാമ്മ കൊച്ചമ്മയുടെ അച്ഛനായിരിക്കുന്ന പൗലോസ് അച്ഛനും രാവിലെ തന്നെ ഇവിടെ വന്നു. അച്ഛൻ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠരോടും കുടുംബസമേതം വന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, ഒരുപാട് ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളുള്ള സമയമാണെന്ന് അറിയാം. കാരണം എൻട്രൻസ് എക്സാമും പിന്നെ അതുപോലെ തന്നെ മിക്കവാറും സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു. ഒരുപാട് ജോലി തിരക്കിനിടയിലും ഔദ്യോഗിക കാര്യങ്ങൾക്കിടയിലുമൊക്കെ ബുദ്ധിമുട്ടി ഇത്രയും കൊച്ചമ്മമാർ വന്നു. എല്ലാ കൊച്ചമ്മമാരോടും ഉള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. പിന്നെ കൊച്ചമ്മമാരോടൊപ്പം വന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരോടെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.